അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഏറ്റവും വലിയൊരു പ്രബോധനം. കാരണം ഇത് മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ആ വാക്കിന് അത്രയൊരു ഗൗരവം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം എസ്പെഷ്യലി ഈ വാക്ക് അല്ലെങ്കിൽ ഈ വാക്യം, ഞാൻ ആ വാക്യം വായിപ്പിക്കാൻ പോവുകയാണ്. ആ വാക്യം സദൃശ്യവാക്യം 21:31. പ്രോവബ്സ് 21:31. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. The horse is prepared against day of battle, but victory is of Yahweh, Jehovah. Prepared എന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. All the children, all the students are preparing to meet the examination. കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷ എഴുതുവാനായി, പരീക്ഷ നേരിടുവാനായി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ ആള്, ഈ വാക്ക്, ഈ പ്രബോധനം തന്ന ആള് ഒരു സാധാ മനുഷ്യനല്ല. ആ മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യൻ എല്ലാത്തിലും ജയിച്ചവനാണ്. തന്റെ പിതാവായ ദാവീദ് എങ്ങും തോറ്റവനല്ല. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ ദാവീദിന് ജയം കൊടുത്തു. എന്നാൽ ദാവീദിന് ചെയ്യാൻ പറ്റാതെ പോയത് പോലും തന്റെ മകനായ ശലോമോനിലൂടെ ദൈവം ചെയ്തെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെറുസലേം ടെമ്പിൾ, യെരൂശലേം ദേവാലയം പണിയാൻ ശലോമോനെ ദൈവം ഉപയോഗിച്ചത്. ഈ മനുഷ്യൻ പറയുകയാണ്, നമ്മൾ എത്ര ശക്തനാണെങ്കിലും, നമുക്കെത്ര കഴിവുണ്ടെങ്കിലും, നമ്മൾ എത്ര സന്നാഹങ്ങളുള്ള ആളാണെങ്കിലും, നിങ്ങളുടെ കുതിര എത്ര ട്രെയിൻഡ് ആണെങ്കിലും, എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും, ജയം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ വാക്ക് അതുപോലെ വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കാത്തവർ ഇവിടെ ഉണ്ട്, അവരെന്തേലും ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷെ ഞാൻ ഈ വാക്ക് അതുപോലെ വിശ്വസിക്കുകയാണ്. ജയം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരുവനെ ഇവിടെ രാജാവായി വാഴിക്കുന്നതും രാജാവായി വാണവനെ പ്രജയാക്കി മാറ്റുന്നതും ദൈവമാണ്. ഒരുവനെ ഉയർത്തുന്നതും മറ്റൊരുവനെ താഴ്ത്തുന്നതും എന്റെ ദൈവം തന്നെയാണ്. എല്ലാം ആയവനെ ഒന്നും അല്ലാത്തവനാക്കാനും ഒന്നും അല്ലാത്തവനെ എല്ലാമാക്കി മാറ്റാനും എന്റെ ദൈവം. ജയം ദൈവത്തിന്റെ കൈവശമാണ്. മക്കളുമാരെ, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ കാര്യം മനസ്സിലാക്കണം. ജയം, വിക്ടറി ദൈവത്തിന്റെ പക്കലാണ്. എന്നാൽ ഒരു കാര്യം നമുക്കിവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളത് പ്രാർത്ഥിക്കേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ലെറ്റ് ഹിം ആസ്ക് ഓഫ് ഗാഡ് who gives to all liberally and without reproach, and it will be given to him. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവനെ മണ്ട എന്ന് വിളിച്ച് മാറ്റി നിർത്താതെ, അവനെ ബത്സിക്കാതെ, നിനക്കൊരു കഴിവില്ലാത്ത ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവനെ വിമർശിക്കാതെ, അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വിധി എഴുതാതെ, അവനെ ബത്സിക്കാതെ, എല്ലാവർക്കും ഈ ജ്ഞാനം, ഈ വിസ്ഡം ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി. നമ്മുടെ ചർച്ചിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത കൈകളെ ഒന്ന് ഉയർത്തി, ദൈവികമായ ഒരു ജ്ഞാനം, ഒരു വിസ്ഡം ദൈവം അവർക്ക് കൊടുക്കാനായി നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ജ്ഞാനം
ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ആ ഗ്രേസ്, നിന്റെ വിസ്ഡം അവരുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചാട്ടെ. 121 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ മക്കളുമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. എക്സാം എഴുതുന്ന എല്ലാ മക്കളുമാരെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും നോക്കി ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ശബ്ദം കേൾക്കുന്നില്ല ചർച്ചിൽ നിന്ന്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കാരണം ഒരു റിക്വസ്റ്റ് ബൈബിൾ തരുന്നത് സദൃശ്യവാക്യം 16:3 commit your works to the Lord and your thoughts will be established. Proverbs chapter 16:3 commit your works to the Lord and your thoughts will be established. ഇതെല്ലാവരോടുമുള്ളൊരു സന്ദേശമാണ്. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒത്തിരി സമയമെടുത്ത് പഠിക്കുന്നുണ്ട്, ഒത്തിരി ഉറക്കം ഉളയ്ക്കുന്നുണ്ട്, ഒത്തിരി എഴുതുന്നുണ്ട്, ഒത്തിരി വായിക്കുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മിസ്സാകരുത്, പ്രാർത്ഥനയുടെ സമയങ്ങൾ മിസ്സാകരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആളുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ, എന്നെ ഈ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇങ്ങനെ ഏതെങ്കിലും പാസ്റ്റർമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയേനെയായിരുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് തന്നെയല്ലേ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ വായിക്കാനിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അല്പസമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ 3 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ നിങ്ങൾ പഠിക്കാനിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അതിനു മുൻപ് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. ബൈബിൾ തുറന്ന് ഒരു സങ്കീർത്തന ഭാഗമോ ഒരു വചനമോ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ, സ്റ്റുഡൻസ് എല്ലാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ എക്സാമിനേഷനുകളെ, എൻ്റെ പ്രവർത്തികളെ, എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ലൈവിൽ എന്നെ കാണുന്നവരോ ചർച്ചിലുള്ളവരോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അരികിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ മേളിൽ ഒന്ന് കൈ വെച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ പറയാനിടയാകണം, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു, ഞാൻ യഹോവയ്ക്ക് സമർപ്പിക്കുന്നു. ബൈബിൾ പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. I decree and declare your generation will be established. The Lord will establish them. The Lord will settle them in the mighty name of Jesus. Hallelujah. Hallelujah. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയ, പഠിക്കാൻ ഏറ്റവും ടഫായ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കാണും, ബയോളജിയോ മാത്സോ. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണെന്ന്. ആ സബ്ജക്റ്റ് പഠിക്കുവാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം ആവശ്യപ്പെടണം. പരിശുദ്ധാത്മാവേ, എനിക്കിതിൽ ഇച്ചിരി ജ്ഞാനം കുറവാണ്, എനിക്ക് ഇത് വായിക്കാൻ പഠിക്കാൻ ഇച്ചിരി വിസ്ഡം കുറവാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, വിവേകത്തിൻ്റെ ആത്മാവേ, ഇത് വായിക്കുമ്പോൾ ഇത് ഗ്രഹിക്കാനും ഇത് മനസ്സിലാക്കാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ 100% ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. ഇതിനെല്ലാം ഉപരിയായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന
ഇങ്ങനെ തൻ്റെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ എക്സാമിനേഷൻ ഹാളിൽ അവൻ്റെ അപ്പൻ കടന്നു വരാൻ കഴിയില്ല, അവൻ്റെ അമ്മയ്ക്ക് വരാൻ കഴിയില്ല, അവൻ്റെ അധ്യാപകർക്കോ അവൻ്റെ ട്യൂഷൻ സാറിനോ ഒന്നും അവിടെ വന്നിരിക്കാൻ കഴിയില്ല. പക്ഷേ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്കുണ്ടാകും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച്, നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്കുണ്ടാകും. അതുകൊണ്ട് ആങ്ഷ്യസ് ആകരുത്. ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കളുമാരോട് പറയുന്നത്, നിങ്ങളുടെ അകത്തൊരു ഫിയർ ഉണ്ടാകരുത്. പേടി, പരീക്ഷാ പേടി ഉണ്ടാകരുത്. പരീക്ഷാ പേടി ഉണ്ടാകരുത്. ഹല്ലേലൂയ. ആ ഫിയർ നിങ്ങളുടെ അകത്തുണ്ടാകരുത്. നിങ്ങൾ ആങ്ഷ്യസ് ആകരുത്. കമ്പാരിസൺ ഉണ്ടാകരുത്. കമ്പാരിസൺ മീൻ എനിക്ക് അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം, എനിക്ക് അവളേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം, എനിക്ക് അവളെ തോപ്പിക്കണം, എനിക്ക് അവനെ തോപ്പിക്കണം, ഞാൻ ഈ പ്രാവശ്യം 1ാം സ്ഥാനത്ത് വരും, അവൾ 4ാം സ്ഥാനത്താകണം. ഈ ഒരു കമ്പാരിസണും കോമ്പറ്റീഷനും നിങ്ങളുടെ ഹൃദയത്തിൽ വരരുത്, നിങ്ങളുടെ ഉള്ളിൽ വരരുത്. അത് പിശാച് ചിലപ്പോൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഇങ്ങനെയാ പറയേണ്ടത്, കർത്താവേ, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി, നീ എനിക്ക് വെച്ചിരിക്കുന്ന മാർക്ക്, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി, ഇത് പിശാചിന് തടയാൻ അനുവാദമില്ല. എന്റെ ടാർഗറ്റിൽ ഞാൻ എത്തും. അതുകൊണ്ടാണ് മക്കളെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ തലമുറകളെ കുറിച്ച് നൽകുന്നത് ഇങ്ങനെയാണ്: നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകളായിരിക്കും. ഒലിവുകളായിരിക്കും. ഒലിവ് ട്രീ സ്പിരിച്വൽ ആണ്. ഞാൻ ഇന്നലെ വൈകിട്ടും പറയാനിടെ, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. സങ്കീർത്തനങ്ങൾ 127 4-ാം വാക്യം. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. എന്താണ് വീരന്റെ അസ്ത്രത്തിന്റെ പ്രത്യേകത? ഒരിക്കലും വീരന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം മിസ്സാകത്തില്ല. വീരൻ ഒരു മാനിനെയോ ഒരു മൃഗത്തെയോ തൻ്റെ പൂണിയിൽ നിന്ന് അമ്പെടുത്ത് വില്ലിനകത്ത് വെച്ച് തൊടുത്തുവിട്ടാൽ ഒരിക്കലും ആ അമ്പ് മിസ്സാകത്തില്ല. അത് കൃത്യമായ ടാർഗറ്റിൽ എത്തിയിരിക്കും. നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ, IAS കാരനാകാനോ IPS കാരനാകാനോ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ ഒരു സുവിശേഷ വേലക്കാരനാകാനോ കർത്തൃ ശുശ്രൂഷകനാകാനോ ഒരു ടീച്ചർ ആകാനോ ഒരു പ്രൊഫസർ ആകാനോ, എന്ത് ജോലിയുമാകട്ടെ, ഏത് പ്രൊഫഷനോ ആകട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെ നിന്റെ തലമുറ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ബൈബിൾ നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാകും. അത് ആ ടാർഗറ്റിലെത്തും. വാ തുറന്ന് പറഞ്ഞേ, അത് ആ ടാർഗറ്റിലെത്തും. അത് ആ ടാർഗറ്റിലെത്തും. അത് മിസ്സാകത്തില്ല. അത് ആ ടാർഗറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എന്തോ ഇങ്ങനെ ശക്തമായി അകത്തുനിന്ന് പുറപ്പെടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭയവും വേണ്ട. 2 തിമോത്തിയോസ് 1:7. For God has not given us a spirit of fear, but of power, love, and a sound mind. For God has not given us a spirit of fear, but of power, love, and a sound mind. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. എക്സാം എഴുതുന്ന മക്കളുമാരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന മക്കളുമാരോ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന പേരൻസും എഴുന്നേറ്റ് നിന്നേ. അവരെ പ്രതിനിധാനം ചെയ്യുന്ന പേരൻസും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. All the fear, all the anxiety, mental stress and pressure, comparison, I break it in the name of Jesus Christ. Hallelujah. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ ആകുലതകളും എല്ലാ ഭയവും ഒന്ന് വിട്ടുപോകട്ടെ. ഷിജിൻ ബ്രദറും ജാക്സണും ഒന്ന് മുന്നോട്ട് വന്നാട്ടെ. ഈ വരി ഒരിക്കൽ കൂടെ പാടി. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എക്സാം എഴുതുന്ന മക്കളുമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരിക. ഈ പേനയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്.
പേന പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന് പറയുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പേന അല്ല അത്ഭുതം ചെയ്യുന്നത്. നിങ്ങൾ എഴുതുന്ന പേനയല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ഒരു ദൈവം. That's why the Bible says, അതുകൊണ്ടാണ് വചനം പറയുന്നത് 144 സങ്കീർത്തനം 1 വാക്യത്തിൽ, Blessed be the Lord my rock, who trains my hands for war and my fingers for battle. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഇതിന് 2 ആത്മീയ അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, എൻ്റെ കൈകളെ എൻ്റെ വിരലുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിച്ച് ആ കരത്തിന്റെ പ്രവൃത്തികളെ സാധ്യമാക്കി ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ, ഞാൻ ഇങ്ങനെ പറയുന്നു, ഇവരുടെ മക്കളുമാരാരും പരാജയപ്പെടുകയില്ല. ഞാൻ ഇതിലും നല്ലൊരു ആമീൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവരുടെ തലമുറകൾ ആരും പരാജയപ്പെടുകയില്ല. യെശയ്യാ 54:13, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ബാക്കി ആ കസേരകളിൽ ഇരിക്കുന്നവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പ്ലീസ് കം ഹിയർ. ബാക്കിയുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. Father, in the mighty name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ എക്സാമിനേഷന് വേണ്ടി, പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 54:13, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിങ്ങളുടെ മക്കൾ. ഞാൻ നിന്റെ നാവിൽ പകർന്ന എൻ്റെ വചനത്തെയും ഞാൻ നിന്റെ ഉള്ളിലാക്കിയ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളെ ഓർക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, കർത്താവേ, ഇവരുടെ ജനറേഷനെ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഇവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ, ഒരിക്കലും ഇവരുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടാതെ, കർത്താവിന്റെ ദാസൻ PG വർഗീസ് അങ്കിൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവെ, 1 മണിക്കൂറത്തേക്ക് പോലും ഈ കുഞ്ഞുങ്ങൾ പിഴച്ചു പോകാതെ, 1 മണിക്കൂറത്തേക്ക് പോലും ഈ തലമുറകൾ നശിച്ചു പോകാതെ, ഈ കുഞ്ഞുങ്ങളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ അവരുടെ സമാധാനം വലുതുമായിരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ വിസ്ഡം കൊടുക്കണമേ, എക്സാം എഴുതുവാനുള്ള കൃപ കൊടുക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള ഉത്സാഹം കൊടുക്കണമേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടൈം വേസ്റ്റ് ആയി പോകാതെ അവരുടെ ടൈം മാനേജ് ചെയ്യാൻ, കൃത്യമായിട്ട് അവർ ടൈം മാനേജ് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകണമേ. അവർ എക്സാം ഹാളിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും കൃത്യമായി ആൻസറുകൾ എഴുതാനുള്ള സമയങ്ങൾ അവർക്ക് ഇനഫ് ആകണമേ യേശുവിന്റെ നാമത്തിൽ. ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇങ്ങനെ വിയർക്കാറുണ്ട്, അലർജികൾ വന്ന് വിയർക്കാറുണ്ട്. എക്സാം ഹോളിൽ കയറുമ്പോൾ അവർക്ക് പേന പിടിച്ച് എഴുതാൻ കഴിയാതെ അവരുടെ പേപ്പറുകൾ നനയുന്നത് പോലെ കൈകൾ വിയർക്കുന്ന അലർജികളുണ്ട്. അതിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പാൽപിറ്റേഷൻ പോലെ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥകളുണ്ട്, അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാമിന്റെ ടൈം ആകുമ്പോൾ പനി ഉണ്ടാകുക, എക്സാമിന്റെ ടൈം ആകുമ്പോൾ തലവേദന വരിക, എക്സാമിന്റെ സമയമാകുമ്പോൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പേന കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ,
ആ പേന അത്ഭുതം ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് അവരുടെ ഫെയ്ത്ത് ആണ്. എലീശ വെള്ളത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതുപോലെ, രക്തസ്രവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടതുപോലെ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. എലീശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിൽ എറിയാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അവർ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ആ പേന, കർത്താവെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, ആ കരങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ആ എക്സാം നന്നായിട്ട് എഴുതാൻ അവർക്ക് കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ എന്റെ കൂടെ പ്രാർത്ഥിക്കുന്നുവോ, അവർക്ക് തോൽവി ഇല്ല. കർത്താവേ, യേശുവിൻ നാമത്തിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Amen. May God bless you and I bless you. Amen. We all are bless you in Jesus almighty name. Amen. Amen. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹവും അത്ഭുതവുമാക്കട്ടെ. മക്കളുമാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാകട്ടെ. ദൈവത്താൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ ജനറേഷനെ, നിങ്ങളുടെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്താൽ. God bless you all. God bless you all. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Can you please be seated in the presence of God? Thank you Lord. ഈ കഴിഞ്ഞ ദിവസത്തിൽ yes Pastor Christian, please come forward. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. KL19 K9615 ദയവായിട്ട് 9615 ഈ ഒരു ഓൾട്ടോ കാറ് നിങ്ങളുടെ ആരുടെയെങ്കിലും ആണെങ്കിൽ ദയവായിട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. അത് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. സ്തോത്രം. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചകളിലെ മീറ്റിങ്ങുകളിലും ശുശ്രൂഷകളിലുമൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കി. ഒത്തിരി മിറക്കുലസായ ഹീലിങ്ങുകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ അയക്കാനായിട്ട് ഇടയായി. ജോലി ലഭിച്ചവരുണ്ട്, തലമുറകളെ കിട്ടിയവരുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇറങ്ങിപ്പോകുന്ന വഴിക്ക്, മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരാൾ വന്ന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലുണ്ടായ ഒരു വിടുതലിന്റെ സാക്ഷ്യം ഒരു 30 സെക്കൻഡിൽ ഓടി വന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ സൗഖ്യവും വിടുതലുകളും ഉണ്ടായവരുണ്ട്. യേശു കർത്താവ് സൗഖ്യമാക്കിയവരുണ്ട്. കർത്താവിൻ്റെ കരത്താൽ വഴികൾ തുറന്നവരുണ്ട്. വിടുതൽ ലഭിച്ചവരുണ്ട്. ഈ പ്രാർത്ഥനകളിലൂടെ, ഈ ശുശ്രൂഷകളിലൂടെ, ഈ ലൈവ് കണ്ടപ്പോൾ, ഷോർട്ട് വീഡിയോസ് കണ്ടപ്പോൾ, ഈ ശുശ്രൂഷകളിലൂടെ ഒക്കെ പല തരത്തിൽ പല നിലകളിലുള്ള വിടുതലും സൗഖ്യവും ഒക്കെ ലഭിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള നന്ദി സൂചകമായി അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. അവരുടെ കൈകൾ ദൈവത്തോടുള്ള നന്ദി സൂചകമായി. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എനിക്കൊരു പ്രവൃത്തി അയച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഒരു വിടുതലുണ്ടായി. ഈ സഭയിൽ വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ഞങ്ങൾക്കായി ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളവരൊന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. അവർക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ജസ്റ്റ് ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ്? ഒറ്റ നിമിഷം അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ എഴുന്നേറ്റ് നിന്നവർ ഒന്ന് വേഗത്തിൽ മുൻപിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളിൽ നിന്ന് കേൾക്കുവാനും ഇടയാകും. ഒന്ന് വേഗത്തിൽ അവർ ഒന്ന് മുൻപിലേക്ക് ഓടി വന്നാട്ടെ. പുറത്ത് കരങ്ങൾ ഉയർത്തിയവരും, ഇതിൻ്റെ വെളിയിലും ആളുകൾ ഇരിക്കുന്നുണ്ട്. പുറത്ത് കരങ്ങൾ ഉയർത്തിയവരും അകത്ത് കൈകൾ ഉയർത്തിയവരും ദയവായിട്ട് ഒന്ന് വേഗത്തിൽ മുൻപിലേക്ക് വന്നാട്ടെ. താങ്ക് യു ലോർഡ്. ശുശ്രൂഷയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക്, അതിപ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 8, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 8-ന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജീസസ്. റോമർ 8-ന്റെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. Amen. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ആകുലപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പറഞ്ഞ് പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ താങ്ക് യു പാസ്റ്റർ, ബൈബിളിന്റെ താളുകൾ മറിഞ്ഞു പോയാൽ എങ്ങനെ ശുശ്രൂഷിക്കും? സിമ്പിളാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ദൈവം മനുഷ്യർക്ക് നൽകിയ, തൻ്റെ പുത്രനിലൂടെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് മക്കൾ എന്ന പദവി. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ പഴയ നിയമ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മക്കളെന്ന പദവിയിൽ നിൽക്കുന്ന ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏലിയാവോ എലീശായോ മോശയോ അഹരോനോ ആരുമാകട്ടെ, ഗിദയോനോ, ഇങ്ങനെ ഒരു ദാവീദോ ശലോമോനോ ഇവരാരും മക്കളെന്ന പദവിയിലല്ലായിരുന്നു, ആ ഒരു ആത്മതലത്തിലല്ലായിരുന്നു നിന്നത്. അവർ പലരും ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോഴാണ് എല്ലാ സംവിധാനങ്ങൾക്കും വ്യത്യാസമുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ഈ 2026 ഒരു യഹൂദന്മാരും ദൈവത്തെ അപ്പ അല്ലെങ്കിൽ എൻ്റെ പിതാവേ എന്ന് വിളിക്കത്തില്ല. വിളിക്കാൻ അവർക്ക് പേടിയാണ്, അവരങ്ങനെ വിളിക്കുകയില്ല. കാരണം അങ്ങനെയല്ല അവരുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നത്. ദൈവം എൻ്റെ ഒരു അപ്പൻ എന്ന പദവിയിലല്ല, അതിലും മുകളിലാണ് എന്നുള്ള ഒരു വലിയ സങ്കല്പം, വലിയൊരു വിശ്വാസമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. പക്ഷെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ മോഡൽ ഓഫ് പ്രെയർ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മാതൃക എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ യേശുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായി വെളിപ്പെടുത്തിയത്. യേശു കർത്താവ് അതുകൊണ്ടാണ് പുത്രനായി വന്നത്. യേശു ആരാണ്? പുത്രൻ. യേശു പുത്രനായി ഈ ഭൂമിയിൽ വന്നത് തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക് ആദ്യജാതനാകേണ്ടതിനാണ്. എന്നെയും നിങ്ങളെയും പുത്രനാക്കി പുത്രിയാക്കി മാറ്റേണ്ടതിനാണ് ദൈവം ഈ ഭൂമിയിൽ പുത്രനായി വന്നത്. മനസ്സിലായില്ല? ഓക്കെ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മകനാണ് ഞാൻ, ദൈവത്തിന്റെ മകളാണ് ഞാൻ എന്നൊരു വലിയ റെവലേഷൻ, ഇതൊരു ബോധമല്ല, ഇതൊരു ചിന്തയല്ല. ഞാൻ അതാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്നൊരു വലിയ ഉറപ്പുണ്ടാകണം, വലിയൊരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറയാമോ? വിശുദ്ധ ബൈബിൾ എനിക്കും നിങ്ങൾക്കും തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ഒരു സത്യം അറിയാമോ? ഈ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഈ ഒരു വചനം നിങ്ങളുടെ അകത്ത് യഥാർത്ഥമായി ഒന്ന് ശക്തമായി കയറിയാൽ സകല പൈശാചിക തലങ്ങളും അവിടെ തകർന്നു പോകാനിടയാണ്.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകാൻ, മകനാകാൻ, മകളാകാൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതൊരു പൊസിഷൻ അല്ല, അവിടെ വ്യക്തമായി കാണുന്നു, അതൊരു അതോറിറ്റിയാണ്, അതൊരു അധികാരമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മകൻ, മകൾ എന്ന് പറയുന്നത് ഒരു പൊസിഷനേക്കാൾ അപ്പുറം സ്പിരിച്വലി ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന അതിശക്തമേറിയ ഒരധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 1 കൊരിന്ത്യർ 13-ന്റെ 11-ാമത്തെ വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഞാനൊരു ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിന് ഉള്ളത് ത്യജിച്ചു കളഞ്ഞു. വേർഡ്. അടുത്ത വാക്യത്തിലേക്ക് വരണം, വായിച്ചാട്ടെ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ നിങ്ങൾ ആരും ഒരു ആത്മീയ ശിശു അല്ല, ഒരു ബേബി അല്ല, ഒരു ഇൻഫന്റ് അല്ല, ഒരു കുഞ്ഞല്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നുള്ള കാറ്റഗറി ദൈവം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ പ്രവാചകന്മാരായും, അവൻ ചിലരെ സുവിശേഷകന്മാരായും, അവൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തതോടുകൂടെ പിന്നെ അപ്പോസ്തലന്മാരില്ല എന്നാണ് പറയുന്നതെങ്കിൽ പൗലോസ് അപ്പോസ്തലനാകത്തില്ല. കാരണം ദൈവം 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. അവൻ സഭയെ ഉപദ്രവിച്ചും മുടിച്ചും നടന്നവനാണ്. പിന്നത്തേതിൽ ദൈവം തന്നെ ഒരു അപ്പോസ്തലനായി വിളിക്കുകയായിരുന്നു. ഇന്നും ആ വചനം ജീവിക്കുന്നു. ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്, ഇന്നും സുവിശേഷ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഒന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. എഫേസ്യർ 4:11 ഇതൊന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇന്നും സുവിശേഷകന്മാരുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടോ? അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നും പാസ്റ്റർമാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്. ഇത് ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയാണ്, ഒറ്റ കാറ്റഗറിയാണ് ഇത്. ഇത് ഓരോരുത്തരെ ദൈവം ആ കോളിംഗ് ദൈവം പ്രൂവ് ചെയ്യും എപ്പോഴും. ആ വിളി എപ്പോഴും ഒരാളുടെ ശുശ്രൂഷയിൽ പ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:12 പൗലോസ് സഭയോട് പറയുന്നത്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ അത് വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ഇടയിൽ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ മേലുള്ള വിളി ഒരു പക്ഷെ പ്രവാചകന്റെ വിളിയായിരിക്കാം, അപ്പോസ്തോലിക വിളിയായിരിക്കാം, സുവിശേഷകന്റെ വിളിയായിരിക്കാം, ഇടയന്റെ വിളിയായിരിക്കാം, പഠിപ്പിക്കാനുള്ള ഉപദേഷ്ടാവിന്റെ വിളിയായിരിക്കാം. അത് ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെ. എന്നാൽ ദൈവം എന്നെ കാണുന്നത് അപ്പോസ്തലനായിട്ടോ പ്രവാചകനായിട്ടോ ഇടയനായിട്ടോ സുവിശേഷകനായിട്ടോ ഉപദേഷ്ടാവായിട്ടോ അല്ല ദൈവം എന്നെ കാണുന്നത്. ദൈവം എന്നെ കാണുന്നത് അവന്റെ മകനായിട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. നീ മനസ്സിലായില്ല? നീ മനസ്സിലായില്ല? പറയാം. നിങ്ങളുടെ മകൻ ഇവിടെ ഒരു IPS ഓഫീസറായി, നിങ്ങളുടെ മകൻ ഒരു IPS ഓഫീസറായി, ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മോൻ ഇവിടുത്തെ കമ്മീഷണറാണെന്നിരിക്കട്ടെ. ഇവിടുത്തെ പോലീസുകാർക്കും ഇവിടുത്തെ ഗവൺമെന്റിനും ആ പുള്ളി കമ്മീഷണറായിരിക്കും, പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവൻ മോനായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അല്ലല്ലോ, അച്ഛനും അമ്മയ്ക്കും അത് മകനായിരിക്കും. ഇതുപോലെ തന്നെ കർത്താവിന്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളികളുണ്ട്, ദൈവം നമ്മളെ പൊസിഷൻ ചെയ്യുന്ന മേഖലകളുണ്ട്. ആ പൊസിഷനിൽ, ആ കോളിങ്ങിലായിരിക്കും നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നത്. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ബേസിക്കലി
ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ പ്രവാചകിയോ പ്രവാചകനോ അപ്പോസ്തലനോ ഇന്നലെ വന്ന വിശ്വാസിയോ പഴയ വിശ്വാസിയോ ഒന്നുമല്ല. നിങ്ങളും ഞാനും കർത്താവിൻ്റെ മക്കളാണ്. ആമേൻ. ആമേൻ. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും ഞാനും കർത്താവിൻ്റെ മക്കളാണ്. ആമേൻ. കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ പൊസിഷൻ അല്ല. ഇവിടെ ഇരിക്കുന്ന പേരൻസിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങൾ പ്രയത്നിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് പോലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഉറപ്പാണോ? അതുകൊണ്ടാണ് യേശു കർത്താവും പറഞ്ഞത്, ഈ ഭൂമിയിൽ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഇന്ന് ഒത്തിരി ഡെലിവറൻസുകൾ ഇതിൽ നടക്കാനുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കട്ടെ. ഇന്നലത്തെ പോലെ മെസ്സേജ് നല്ലൊരു ഫയറായിട്ട് പോകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു സത്യം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ ഉള്ളിനകത്ത് ഒരു ഭയങ്കര ഡീപ്പായി ആഴമേറിയ ഒരു വെളിപ്പാടുണ്ടാകണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല, ജീവിതത്തിൽ വീഴ്ചകൾ വരാത്ത ആരുമില്ല. ഇതിനകത്ത് ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റത്തില്ല ഞാനൊരു പൂർണ്ണനായ ആളാണ്, എൻ്റെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഒരിക്കൽ പോലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയും. നമ്മളിൽ എല്ലാവരിലും കുറവുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഈ പല ആളുകളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവോ ഒരു തെറ്റോ ഒരു വീഴ്ചയോ സംഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരും, ദൈവം എന്നെ കൈവിട്ടോ, കർത്താവ് എന്നെ മറന്നു കളഞ്ഞോ, അയ്യോ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ചിന്തിച്ചത് കൊണ്ട് ദൈവം എന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയുവോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു റെവലേഷനിൽ നിൽക്കുന്നവരല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലില്ലാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞ് ഒരു ചെറിയ തെറ്റ് കാണിച്ചാൽ, ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചാൽ അവനെ നിങ്ങൾ കൊണ്ട് അടിച്ച് വെളി കളയുകയാണോ? തെറ്റുകളെ നിങ്ങളുടെ മക്കളിൽ ഉണ്ടായ കുറവുകളെയും അവരിൽ സംഭവിച്ച തെറ്റുകളെയും നിങ്ങൾ തിരുത്തും, നിങ്ങൾ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യാതിരിക്കത്തില്ല. ഒരു പേരൻസ് അത് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് ചെയ്തിരിക്കും. പക്ഷെ അവരെ തിരുത്തുന്നതും അവരെ ശാസിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കളുമാരോട്, ദൈവത്തിൻ്റെ മക്കളുമാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തിന്മകളെന്ന് നിങ്ങൾ പറയുന്നത് പോലും നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പ നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റും. ഒരിക്കലും ഒരു കാരണവശാലും ഒരിടത്തും ഒരു സ്ഥലത്തും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ വെറുതെ അയക്കത്തില്ല, ദൈവം നിങ്ങളെ തകർത്ത് കളയത്തില്ല. ബിക്കോസ് യു ആർ ദ ചൈൽഡ് ഓഫ് ജീസസ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ നന്ദി. യു ആർ ദ ചൈൽഡ് ഓഫ് ജീസസ്. ഇത് പൈശാചിക ലോകത്തിന്റെ മുമ്പിൽ പറയാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മക്കൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടല്ലേ? അമ്മ, മമ്മി. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിള്ളേരെന്താ നിങ്ങളെ വിളിക്കുന്നതെന്ന്. ഇതുപോലെ അയലോക്കത്തെ ചെറുക്കനും കൊച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളും ഒരു പക്ഷേ നിങ്ങളെ അമ്മച്ചി എന്നായിരിക്കും വിളിക്കുന്നത്. ആണോ? എന്നെ സിമ്പിളായിട്ട് കുറച്ചു നേരം പറഞ്ഞു തന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറി വരാം. ഒരു പക്ഷേ അയലോക്കത്തെ കൊച്ച് നിങ്ങളെ അമ്മച്ചി എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെ അമ്മയെന്നായിരിക്കും വിളിക്കുന്നത്. ആണോ? എൻ്റെ പിള്ളേരെ കൂടാതെ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന വേറെ ആളുകളുണ്ടെന്നൊന്ന് പറഞ്ഞു. ഞാൻ അവരെ ജനിപ്പിച്ചത് കൊണ്ടല്ല, അവരെൻ്റെ മക്കളായതുകൊണ്ടുമല്ല. പക്ഷെ എന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ അമ്മയെന്നാണ് വിളിക്കുന്നത് എന്നുള്ളൊരു കൈവൊക്കെ. ആ കൈവൊക്കെയോട് ഞാൻ ചോദിക്കട്ടെ, സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കുവോ? സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കുവോ? പിന്നെ ആർക്കേ കൊടുക്കത്തുള്ളൂ? നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ ലീഗലി, യഥാർത്ഥമായി നിയമപരമായ നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ കൈമാറത്തുള്ളെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ
സ്വർഗത്തിൽ എന്തെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ, അവൻ എൻ്റെ അപ്പായതുകൊണ്ട്, അവൻ എൻ്റെ അപ്പനായതുകൊണ്ട് സൗഖ്യം എനിക്കുള്ളതാണ്. ഇന്ന് രാത്രിയിൽ വിടുതൽ എനിക്കുള്ളതാണ്, നന്മ എനിക്കുള്ളതാണ്, അനുഗ്രഹങ്ങൾ എനിക്കുള്ളതാണ്, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങുകൾ എനിക്കുള്ളതാണ്, പ്രോസ്പെരിറ്റി എനിക്കുള്ളതാണ്. കൈകൾ അടിച്ച് കർത്താവിന് all the blessings. ഇത് വേറെ ഒന്നും വേണ്ട. ഞാൻ പല സമയങ്ങളിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ എനിക്ക് എന്തെങ്കിലും ഭാരമോ വിഷമമുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഞാനിങ്ങനെ എന്താ പറയുന്നത്, പ്രാസം ഒപ്പിച്ചൊന്നും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കൊരു ശൈലി ഉണ്ടല്ലോ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആരുമില്ലേ ഇവിടെ? തലമുറയായി ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ കോട്ടയും വാസസ്ഥലവും എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ പ്രാർത്ഥന. പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ എതിർക്കുകയല്ല, അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ പല സന്ദർഭങ്ങളിലും ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കൈമലർത്തിയിട്ട് ഞാൻ ഈ പ്രാസമൊന്നും ഞാൻ ഇങ്ങനെ അപ്പാ 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 പിതാവേ, അപ്പാ പിതാവേ, പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധി വരുന്നപ്പാ, ഞാൻ നിന്റെ മകനല്ലയോ കർത്താവേ, നീ എൻ്റെ അപ്പായല്ലേ. ഈ അപ്പനും മോനുമായിട്ടാ പിന്നെ ഡീലല്ല. ദൂരെ നിൽക്കുന്ന ദാസനാകാതെ മടിയിലിരിക്കുന്ന പുത്രനാകുക. ദൂരെ നിൽക്കുന്ന ദാസനാകാതെ മടിയിലിരിക്കുന്ന പുത്രനാകുക. ആ ഒരു ബന്ധത്തിലേക്ക്, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് സഭ കയറി വരണം. നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലികൾ അങ്ങനെ ആകണം. ദൈവത്തെ എന്തോ ഒരു വലിയൊരു ഭീകര വസ്തുവായി, പേടിപ്പിക്കുന്ന എന്തോ ആയി കാണാതെ, എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു ഭയാനകമായ ഒരാൾ, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു കളയും എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമായി കാണാതെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പയാണ് എൻ്റെ ദൈവം എന്നുള്ള ഒരു ഈ ചില ആളുകൾക്ക് ദൈവത്തെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞാൻ ചില ചെറുപ്പക്കാർ പിള്ളേരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അവർക്ക് അപ്പനായിട്ട് അങ്ങോട്ട് സംബോധന ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്താ അങ്ങനെ ചെയ്യാത്തെന്ന് ചോദിച്ചപ്പം അതിൽ 1-2 പിള്ളേർ ഞങ്ങൾ കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞത്, അവരെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച അപ്പനിൽ നിന്ന് അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങളാണ്. ഈ അപ്പനെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ വരുന്നൊരു രൂപം, കള്ളും കുടിച്ചിട്ട് വന്ന് അമ്മയെ അടിക്കുന്ന ആള്, പീഡിപ്പിക്കുന്ന ആള്, ഉപദ്രവിക്കുന്ന ആള്, ചീത്ത പറയുന്ന ആള്, കളിയാക്കുന്ന ആള്, ഇറങ്ങി പോടാ വീട്ടിൽ എന്ന് പറയുന്ന ആള്. ഇങ്ങനൊരു ഫിഗറാണ് പല പിള്ളേരുടെയും പല മക്കളുമാരുടെ അകത്ത് അപ്പനെ കുറിച്ചുള്ളതായ സങ്കല്പം. പക്ഷെ ഈ ഭൂമിയിലെ പിതാക്കന്മാരെ വെച്ച്, ഈ ഭൂമിയിലെ അപ്പനെ വെച്ച് സ്വർഗത്തിലെ നിന്റെ പിതാവിനെ നീ കമ്പയർ ചെയ്യരുത്. സ്വർഗത്തിലെ നിന്റെ അപ്പ നിന്നെ കൈവിടാത്തവനാണ്. ഞാൻ ഒരു വേർഡ് ഇങ്ങനെ പറയുന്നു, ഈ ഭൂമിയിലെ അപ്പനിൽ നിന്ന്, ഈ ഭൂമിയിലെ അമ്മയിൽ നിന്ന്, ഈ ഭൂമിയിലെ പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം ലാക്ക് ചെയ്യുന്നുണ്ടോ, നഷ്ടപ്പെടുന്നുണ്ടോ, അത് മുഴുവൻ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് തിരികെ ലഭിക്കും. ഞാനിത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. നിങ്ങൾ നോക്കിയ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നെക്സ്റ്റ് വേർഡ് പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി വിനിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് അവിടെ that we might
റിസീവ് അഡോപ്ഷൻ ഓഫ് സൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇംഗ്ലീഷിൽ ഒന്ന് നോക്കണം. നിങ്ങൾ അത്യാവശ്യം വായിക്കാൻ അറിയാവുന്നവരെ, വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അഡോപ്ഷൻ, ദ അഡോപ്ഷൻ ഓഫ് സൺസ് എന്ന് വെച്ചാൽ നമ്മളെ അഡോപ്റ്റ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദത്തെടുത്തതാണെന്ന്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, എഫേസ്യർ 2 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യം. 3, 4, 5 വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ അഡോപ്റ്റ് ചെയ്തെന്നാണ്. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് നമ്മളെ ദത്തെടുത്തെന്നാണ്. എന്തായിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം യഥാർത്ഥമായി ദൈവത്തിന്റെ മക്കൾ എന്ന പൊസിഷൻ, യഥാർത്ഥമായി ദൈവജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബൈബിൾ സംബന്ധമായി ഇസ്രായേൽ ജനതയാണ്. വാഗ്ദത്ത സന്തതികൾ അവരെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ